ഇന്ന് ഒരു പരിപാടി ഉണ്ട്. നമ്മളെ ഒരു സാധനം ചെയ്യുന്ന ഒരു ചാലഞ്ച് ചെയ്യുന്നുണ്ട്. പീരീഡ് സിമുലേറ്റർ ടെസ്റ്റ് കൂടുന്ന അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഈ സ്ത്രീകൾ എല്ലാ മാസവും അനുഭവിക്കുന്ന ഒരു മെയിൻ പെയിനാണ് ഈ പീരീഡ്സ് പെയിൻ. അത് നമ്മളെന്താന്ന് ഇതുവരെ നമുക്കറിയത്തില്ല. അപ്പൊ ഈ മെഷീൻ വഴി അതിന്റെ ഒരു പെയിന്റെ ഒരു ഭാഗം ഫുൾ ആയിട്ടല്ല, അതിന്റെ ഒരു ഭാഗം നമുക്ക് സിമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിലിങ്ങനെ ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? ആരും എല്ലാം ലൈവില് ചെയ്യാൻ വേണം. ഉദ്ഘാടനം വിക്ക് വേണം. പാവം വന്നപാട് ഇങ്ങനെ പണി കൊടുക്കണം. ഉദ്ഘാടനം കണ്ണൂർ കിങ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കോൾക്ക് നീ ഇപ്പുറത്തിരിക്കും. ഇതെന്താ പ്രസവിക്കാൻ പോന്നാ? പിന്നെ ഇത് കടന്നാലേ ഇതാവുക. കടന്നോ വരട്ടെ. ലെഗ് അപ്പ്. പ്രസവ വേദനയും പീരീഡ്സ് വേദനയും ഒക്കെ അറിയും. ഒട്ടിച്ചോട്ടിച്ചോ നല്ല അമർത്തി ഒട്ടിച്ചോ. ഇതെങ്ങനെ 2 കേബിളാണോ അതോ 2 ഉള്ളോ? മറ്റേതെന്താ? നിനക്ക് വെയിറ്റ് ആക്കാം. മറ്റേ കേബിൾ എന്താ? വേണ്ട, 2 കേബിള് മതി. എന്തിനാ എനിക്ക് 4 എണ്ണോ? അല്ല എന്നാ പിന്നെ ഇവന്റെ നിപ്പിള്ളൊക്കെ അല്ല ഇത് ശരിക്കും. അപ്പം എങ്ങനെയാണ് പെയിൻ മാക്സിമം പെയിൻ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാ? 15 കൊല്ലായിട്ടുള്ള ചങ്ങായിയല്ലേ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പോലെ ആക്കുന്നല്ല. ഷമീറിന്റെ വയറിലേക്ക് ആയുധം കൊടുത്തു. ഇത് കഴിഞ്ഞാ വിക്കാണ്. രണ്ടാമത് വിക്കി. ഒരു മിനിറ്റ്. Cooking oru chance enikam piero water chance. Okay, ready? നിനക്ക് മാറ് കാണട്ടെ. Okay, 3, 2, 1 start. Easy, you can do it. ഇതെന്താ പ്രസവ? അഖിലിന്റെ കുട്ടിക്ക് ഇത് കഴിഞ്ഞിട്ട് പുഷ് അടുത്തതുണ്ട്. പുള്ളായോ ഒന്നുകൂടി ഫുള്ളാക്കാന് വണ്ടറിലേക്ക് അറിയാം. നിർത്തേ ഭയങ്കര സുഖം. അവസാനത്തെ മെയിൻ സാധനം തിരിക്കും. ഓവർ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പറയുന്നവനോ നിങ്ങൾ വന്നാ നിന്റെ മൂട്ടിലായത് കൊണ്ട് ഇത് സ്ക്രിപ്റ്റ് ആണല്ലോ. ശരിയാണോ? എല്ലാരും ഡിസ്കംഫർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാൻ നിർബന്ധിക്കൂല. കീഴുള്ള ആൾക്കാരെ മാത്രമേ നിർബന്ധിക്കാൻ പറ്റൂ. കുഴപ്പമില്ലെങ്കിൽ ഇരിക്കാം. ഞാൻ ഷഡ്ഡിട്ട് തുള്ളി വിക്കി ഇതെങ്കിലും ചെയ്യണം. ഇതാ ആരാ പ്ലേസ് ചെയ്താ? നീ അല്ലേ ഇതിന്റെ ആള്? ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പറിക്കരുത്. ആയോ? റെഡിയായോ? ഈ ചെയിൻ ചിലപ്പോ പൊട്ടുന്നത്. ഇതൊന്നും റെഡിയായോ? കുത്തട്ടെ. ഓക്കെ അല്ല? റെഡിയാ?
മമ്മീസ് ഗിഫ്റ്റ്. ഓക്കെ 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 റെഡി 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 റെഡി. ഐസിയുലൊക്കെ എത്തിയവരുണ്ട് ഈ സാധനം എടുത്ത് പി പി നിന്ന് കത്തുവോ? കൊടുക്ക കത്തിയാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിക്കടാ. ഓഫാക്കി ഓണാക്കണോ? എക്സ്ട്രാ പവർ ആയിരിക്കും. ഓ പവർ തിരിച്ചങ്ങോട്ട് കയറിയല്ലോ. പവർ ഓവർലോഡ് അടിച്ചു പോകുന്നത്. എന്താ കഥ? ബാക്കി അറിയാം. ഞാനല്ലേ പിന്നെ ഓനാക്കിയത്. സാധനം അടിച്ചു. ഇതെന്താ ചില്ലറ വയറൊന്നും അല്ല. ചാറ്റ് എന്തിനാ റീസ്റ്റാർട്ട് ലൈവ് എന്ന് പറയുന്നത്? എന്തോ പറ്റി ചാറ്റ്? വാട്ട് ഹാപ്പൻഡ്? എൽ സ്ട്രീം കാരണം പറ എന്തോ പറ്റി? എന്താ സംഭവം? ഷഡിട്ടുള്ളതിന് ബാങ്ക് കിട്ടോ? ഏയ് പോടാ, അങ്ങനെയാണ് എന്റെ ചാനൽ എപ്പോ അടിച്ചോണ്ടതാ. മണ്ടത്ര തുള്ളിയതാ. മെയിൻ പരിപാടിയല്ലേ ഷഡിട്ട്. ഞാനിവിടെ കുറെ നേരമായി കിടക്കുന്നത്. ഇത് ഇവൻക്ക് ഇതിന്റെ പരിപാടി ഒന്നും ഇതെന്ത് എല്ലാം ഓപ്പറേറ്റർ ബ്രോ? ഇത് കുഴപ്പമൊന്നുമില്ല. ഇല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞു. അതെന്താന്ന് അതിന്റെ കാരണം പറ. ഹെൽത്ത് സ്ട്രീം റൂൾസിന്റെ ഭാഗം. പക്ഷെ ഒരു റെസ്പെക്ട് പിടിച്ചു. അല്ല റൂൾസിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് അതേപോലെ ഉണ്ടാകണം. എല്ലാവരും ഇത് ചെയ്യണം. ഇല്ല ഇത് കീറിയ നമ്മള് തിരിച്ചതാക്കും. മാറ്റുന്ന പരിപാടി ഇല്ല. എല്ലാരും ചെയ്യണം. ഇതാണ്ട് ഈ കീറിയ നോക്കണ്ട, ഇത് തിരിച്ച് ഇടും. തിരിച്ചു തന്നെ ഒട്ടിച്ച് വെക്കാം. കുഴപ്പമില്ല. ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ എല്ലാരും ഇത് ചെയ്യണം മക്കളെ. എല്ലാരും ഷഡിട്ട് കളിക്കണേ. സ്ട്രീം ബാൻഡോ? അതിന് വെറുതെ പറയുന്നേന്ന്. ചുമ്മാ പറയുന്നതായിരിക്കും. എടാ ഷഡിട്ടുള്ള അത് ബാൻ ആവില്ല മൊത്തം. നമുക്ക് ഇതിന്റെ ഗൈഡ് ലൈൻസ് മൊത്തം അരച്ചാലേക്ക് കുടിച്ചാൽ നമ്മള്. ഇതൊരു മണ്ണ ബുദ്ധിയാണിത്. അന്റെ ആവുമ്പോ വർക്കായിനല്ലോ. ഓടുകൂടി അടിച്ചു പോയി തോന്നുന്നു. അടിയിൽ സ്വിച്ച് ഉണ്ടോക്കി മിക്സിന്റെ കടിയിലോ. ഇത് ഒരു ചോദ്യം. അല്ലല്ല ഇത് കുത്തുന്നോണ്ട് ഈ ഒച്ച വരുന്നേ. ലൈറ്റ് ആത്തോ? കെന്നൂർ അടിവസ്ത്രം അത് ഊരി നോക്കടാ. ഈ സാധനം ഊരി നോക്ക്. ഈ സാധനം ഊരി. ആ വോളിയം കൂട്ടർ സാധനം എല്ലാം കുറച്ച് വെച്ച് എല്ലാം സീറോ ആക്കി. MRZ ഗ്യാങ് വളരെ മോശമായി പോയി. പണിഷ്മെന്റ് എൽ സ്ട്രീം. എടാ ലോട്ടെ, നമ്മളെല്ലാം എന്റെ കുണ്ടി ഇന്നലെ പൊള്ളിച്ചപ്പോ നിനക്ക് വളരെ മോശം തോന്നിയിട്ടില്ല. ഇത് ഹാമില്ലാത്ത പണിഷ്മെന്റാ. ഇന്നലെ എന്റെ ബോഡി ഹാം ചെയ്ത പണിഷ്മെന്റ് ആണ് ഉണ്ടായത്. അല്ല പൊള്ളിച്ച്. അപ്പൊ അതില് പ്രശ്നമില്ല. എന്റെ കുട്ടി കാണിക്കാം. റെഡി? എന്തേലും ഫീൽ ചെയ്യുന്നുണ്ടോ? റെഡി? പിടിച്ചോ, കൈ പിടിച്ചോ. റാംബോ കൈ പിടിച്ചോ. ഇപ്പളെ പിടിച്ചോ. ഇല്ലടാ അവനെ നല്ല സഹിക്കും. നിന്നെ പോലെ ഒരു ഗേ അല്ലടാ അവന്. ആകുന്നില്ല, വർക്കാകുന്നില്ല. വയറ് കുളിക്കണ്ടേ? വർക്കാകുന്നുണ്ടോ? അതെ അല്ല വയറ് കുളിക്ക് വെറുതെ പറയുന്നത്. എടാ വയറ് കുളിക്കുന്നില്ല. ഉണ്ട്. പിടിച്ചോ പിടിച്ചോ. സന്തോഷമായി. ഹെവി ഡോസ് കൊടുത്തോ. അവനെ ചെയ്യുന്ന ഫുള്ളാണ് സ്പീഡ് കൂട്ടണം. മാറി അന്റെ ഇത്ര എല്ലാം ആവേശം ഉണ്ടായത് എന്തിനാ? വേണ്ട ഇതെങ്ങനെ നിനക്ക് ഇതിന്റെ മൊത്തം പാവടാ. മതി. നമ്മളൊരു ഗസ്റ്റ് ആയതിന്റെ പരിഗണന കൊടുക്കണം. അടുത്ത അസ്പാഗ് ഇരിക്കട്ടെ. മതി. അടുത്ത അല്ലല്ല അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതിന് മുന്നേ എനിക്കൊരു കാര്യം. അത് കേട്ടിട്ട് ഷമീർ ഭയങ്കര സൈലൻസിൽ ഇരിക്കുന്നുണ്ട്. മോനെ
ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ പെയിന് ഞാൻ എടുക്കാതാ. വാടാ. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്ത അച്ഛനാക്കുന്നു. അല്ലാ അയ്യാ 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 അച്ഛൻ MBBS പാസ്സായതാണ്. മോനാ ഓപ്പറേറ്റർ എനിക്കറിയാം. ഇത് എവിടെ ഒട്ടിക്കാൻ പോകുന്നത്? അയ്യോ നിപ്പിൾ ഒട്ടിക്കല്ലേ. വയറ് 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 വയറിലൊട്ടിക്ക നിപ്പിളൊട്ടിക്കല്ലേ. നിപ്പിളൊട്ടിക്കല്ല വയറിലൊട്ടിക്ക. അയ്യാ അയ്യാ സൈക്കോ പട്ടി. പ്രശ്നാവോ പ്രശ്നാവും 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 പ്രശ്നാവും. അതാ പ്രശ്നം. സൈക്കോ മരിച്ചോ ഞാന്. അത് താഴോട്ട് വയറിൽ ആക്ക്. കുറച്ചും കൂടി താഴോട്ട്. അല്ലോ മെല്ലെ മെല്ലെ കേക്ക് മെല്ലെ കേട്ട് ഇത് അങ്ങനെ ഫസ്റ്റ് ഫുള്ളൊന്നും ആക്കില്ല. മെല്ലെ കൂട്ടിക്കൊണ്ടുവാ. മെല്ലെ കൂട്ടിക്കൊണ്ടുവാ. കേറ്റിക്കോ. നല്ല സ്പീഡിൽ തന്നെ കേറ്റിക്കോ. മെല്ലെ ആ മെല്ലെ സ്പീഡിൽ തന്നെ കേറ്റിക്കോ. കേറ്റിക്കോ കൂട്ടിക്കോ കൂട്ടിക്കോ. ആനടി കുറച്ച് കൂട്ടട്ടെ. സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഞാൻ പറയട്ടെ കുറച്ച് എല്ലാം കുറച്ച്. ഇത് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇതിലെനിക്ക് കുറച്ച് സംസാരിക്കണ്ട ഇതിനെ കുറിച്ച്. ഇത് മാറ്റം ഇതിനെ കുറിച്ച് ഇതിന്റെ എക്സ്പീരിയൻസ് മറ്റൊരു പരിപാടി ആയിരിക്കുന്നു. ഇതെന്താ ഇടക്കിടക്ക് കൂട്ടുന്നത്? നിക്ക് ഞാൻ സംസാരിക്കട്ടെ. ഇതിന്റെ എക്സ്പീരിയൻസ് പറയട്ടെ. ഇതിന്റെ പറയട്ടെ. എടാ നിക്ക് 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 വണ്ടർലേ പോയതല്ല എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ട്. ഇത് ഫുൾ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കട്ടെ മോനെ. അപ്പൊ ഗൈസ് ഇതിനെ കുറിച്ച് പറയാനുള്ള ഇത് മാറ്റി ഞാൻ പറയട്ടെ. അല്ല കഴിഞ്ഞില്ലേ 30 സെക്കൻഡ്. 1 മിനിറ്റ് അല്ലേ സാധാരണ? 1 മിനിറ്റ് കഴിഞ്ഞു. അല്ല 1 മിനിറ്റ് കഴിഞ്ഞു. ഇഷിക വാച്ചിങ്. ഇതാണ് ഇവന്റെ റിയൽ പരിപാടി. എന്റെ ഷഡ്ഡിട്ടുള്ളത്. ഇഷിക ഗോ അവേ. ബാനൊന്നും വലിയ ബാനൊന്നുമില്ല. ഓൾ ഗുഡ് ഓൾ ഗുഡ്. ഇഷിക ഇഷിക that is നേരത്തെ fake fake. I am not that. എടാ നോക്കാം. I am family man. no pain no pain only മതിയടാ മതിയടാ മതിയടാ. അനക്കിത് എടാ മതിയടാ മതി മതി മതി. അടുത്ത ആളെ അത് പോരാ. എടാ മതിയടാ മതിയടാ ഷെമീറ മതി 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 മതി. ഇവൻ ശരിക്കും ഭ്രാന്തനാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ശരിക്കും ചെയ്താണ്ടാ. അതെടുത്ത് ഇവിടെ വെച്ചായിരുന്നു ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ശരിക്കും ചെയ്താണ്ടാ. അപ്പൊ എല്ലാ മാസവും പെണ്ണുങ്ങൾക്ക് ഇതാണ് ഉണ്ടാകുന്നത്. എന്ത് വിചാരിക്കുന്നു? സീരിയസ്ലി ഇതോ ഇതിന്റെ പകുതി പോലും ഇല്ല. പോടാ. പിന്നെ ഇതുണ്ടെങ്കിൽ അങ്ങനെ നോർമൽ ഫേസ് ആയിട്ട് ഇങ്ങനെ നടക്കാനും പറ്റുമോ? പീരീഡ്സ് ഉള്ള പെണ്ണുങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ ഇറങ്ങി നോർമലി നടക്കുന്നത് ഇത്ര ഒരിക്കലും ഉണ്ടോ? ഇത്ര ഉണ്ടോ? യെസ് ഓർ നോ? ഇത്ര ഉണ്ടോ? യെസ് നോ? അത് ഭയങ്കര സീനാ ഈ പെയിന്. കാരണം ഇത് ഇത്രയും പെയിൻ കൊണ്ട് എങ്ങനെ ഇറങ്ങി നടക്കാനും ഇതാക്കാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിക്കും ഈ മെഷീൻ, ഈ പീരീഡ് സിമുലേറ്റർ എന്ന് പറഞ്ഞ മെഷീന് എല്ലാ മാസവും ഉണ്ടാകുന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന പീരീഡ്സ് ആണോ സിമുലേറ്റ് ചെയ്യുന്നത്? അതോ അതിന്റെ പകുതിയോ അതിന്റെ കൂടുതലോ? എന്താ സംഭവം? നീ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തോ? ബ്രോ that's crazy bro, that's fucking crazy. പ്രസവവേദന എങ്ങനെ ആയിരിക്കും അല്ലേ? മരണവേദന പോലെ. ഭയങ്കര സീന ഭയങ്കര സീന. അവിടെ ശരിക്കും നിനക്ക് വേദന എടുത്തോടാ. അതൊന്ന് അനുഭവിക്കേ. അല്ല നിങ്ങൾക്ക് ഭാര്യയിലുള്ള അത് നല്ലതാ. ഇതൊന്നും അനുഭവിക്കുന്നത് നല്ലതാ. നിങ്ങളെ പെയിന് മനസ്സിലാക്കുന്നത് നല്ലതാ. സീരിയസ്ലി നമ്മളെ മൈൻഡ് സെറ്റ് മാറും. പെണ്ണിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നല്ലതാ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നല്ലതാ. അനുഭവിച്ചു. അതെ അതെ അനുഭവിക്കണം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പെൺകുട്ടികളോടുള്ള ഒരു അതെ അണ്ടർസ്റ്റാൻഡിങ് ദി സൈക്കോലൊക്കെ ഓപ്പറേറ്റ് ഇല്ല.
ഓ ഇതില് നല്ലേല് വറക്കാൻ കിട്ടത്. എടാ വേണ്ട അത്രയും പിത്തുണ്ട്. ജാസി പറഞ്ഞ കേട്ടില്ല, ഇത് പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് എത്തൂല, അത്രയും പിത്തുണ്ട്. ഇല്ല ഇല്ല മറിയൂല മറിയൂല. തുടങ്ങട്ടെ. കൈ പിടിച്ചോ. 3, 2, 1 ഗോ. കൈ പിടിച്ചോ. ഇത് ഇടക്കിട്ട് മാന്താനൊന്നും പറ്റൂല, അപ്പൊ കൂടും ഇതിന്റെ വേന. ഫുൾ സ്പീഡാക്ക്. ഫുൾ സ്പീഡ് നോക്കല്ലടാ. ശരിക്കും പറഞ്ഞ എനിക്ക് ആവശ്യമുണ്ടോ ഇത്? കംപ്ലൈന്റ് വിന്നിങ് കംപ്ലൈന്റ്. ഒന്ന് അടിച്ച അപ്പൊ ഭയങ്കര പെയിൻ തന്നെയല്ലേ ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര. എനിക്ക് ഇതല്ലടാ പ്രസവ വേദന ആലോചിച്ചിട്ടാണപ്പോ. എടാ ശരിക്കും ഉണ്ടോടാ? പ്രസവ വേദന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടാവുമോ? ഓ അത് സീനായിരിക്കും മോനെ. അത് ഇത്ര എല്ല് പൊട്ടുന്ന വേനയാന്നൊക്കെ പറയുന്ന. ആ ഓണായി. റെഡി. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു, ഓണാവല്ലേന്ന്. ആ ഞാൻ തിരിക്കണോ? ഒരു മിനിറ്റ്. ഈ പുണ്യകർമ്മം ഞാൻ ചെയ്യട്ടെ. ചെയ്. ഇതാ രണ്ടാമത്തെ. ഏതാ ഏറ്റവും കൂടുതല്? അത് ഞാൻ മെല്ലെ പറഞ്ഞതാ, നീ ഫസ്റ്റ് മെല്ലെ ചെയ്തോ. നിങ്ങളെ ഭാര്യ അനുഭവിക്കുന്നു. എടാ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഈ രണ്ടിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കി, രണ്ട് അടുപ്പിച്ച് വെക്കല്ലേ? ഇല്ല അങ്ങനെ നോക്കണം. അങ്ങനെ ഫുള്ളാക്കണ്ടേ? ഇത് ഫുള്ളാക്കണ്ടേ? നിഹാദ് ഞാൻ പറഞ്ഞേക്ക്, ഈ വിട്ടടാ കൈ. ഞാൻ ഇവര് മാറ്റ്. ഈ സാധനത്തിനെ രണ്ടിനെ കുറച്ചുകൂടി അകലത്തിൽ വെച്ചുകൂടെ, അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് അടുപ്പിച്ച് നോക്കണോ? നമ്മളെല്ലാം അങ്ങനെ വെച്ചത്. നമ്മളെല്ലാരും അങ്ങനെ വെച്ചത്. ആണോ? 3 4 രണ്ട് ഫസ്റ്റ് രണ്ട് 2 ഞെക്കി. ഇനി 3 അല്ലേ? അല്ലല്ല 3 ഞെക്കി. രണ്ട് ഫുള്ളാക്കി മെല്ലെ മെല്ലെ ഓരോന്നാക്കി. അയ്യാ ആ സൈക്കിളിനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ? ഫുൾ തിരിച്ചോ. ഹോയ് 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 എല്ലാം തിരിച്ച് എല്ലാം ഹോയ് ഫുള്ളാക്കി. ഹോയ് 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 ഇത്രയേ ഉള്ളൂ നേരം. ഇത് വർക്കാതില്ലടാ. ഇതാ നിങ്ങളല്ലോ. എടാ പോണാറുത് മടിയല്ലേ എന്റെ പട്ടി പറയുന്നറി. അയ്യോ മതി അല്ലെങ്കിൽ പ്രായമുള്ള ആളാ. അങ്ങനെ ഒന്നുമില്ല, എനിക്കൊരു ചെറിയ തരിതരിപ്പാണ്. എങ്ങനെയുണ്ട്? 2 വാക്ക്. ഇത് 28 ദിവസം കഴിയുമ്പോഴത്തേക്കൊണ്ടാണ് പെയിൻ. ഭാര്യയെല്ലാം കാണുമ്പോ കുറച്ച് റെസ്പെക്ട് നമുക്ക് കൂട്ടാം.